ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മിൻഹു ട്യൂബ്. വീഡിയോ ആയിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളൊന്നും ശരിയാവളത്തില്ലേ ഞാൻ എടുത്ത് മറ്റു വീഡിയോസിൻ്റെയും കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലോട്ട് വരുള്ളൂ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ 24 hours പേരാമ്പ്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിന് മുമ്പിട്ട വ്ളോഗ് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ നേരെ പോയി വീഡിയോ കാണുക ഗായ്സ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഫേമസ് ബേക്കറി എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ ഈ ഷോപ്പിൽ തീരെ വന്നിട്ടില്ലായിരുന്നു, ഇതുവരെ നമുക്ക് ഇങ്ങനെ ഷോപ്പുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ വന്നു. അപ്പോൾ ഇവിടുത്തെ ഉള്ളത്തെ സെറ്റപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഒരു ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ ഇതാണ് മുമ്പത്തെ ഒരു ഫ്രണ്ട് വ്യൂ. അങ്ങനെ നമ്മൾ ആ ഫാമിലിക്ക് പറ്റുന്ന സെറ്റപ്പ് കയറി എന്നിട്ട് എന്താക്കി ആദ്യം തന്നെ ഒരു അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു ഗൈസ്. അങ്ങനെ അവിൽ മിൽക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്താക്കി ആദ്യം അവിൽ മിൽക്കിൻ്റെ ഒരു ജെറി എടുത്ത് തന്നൊരു പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ ജെറിയും തിന്നു. പിന്നെ നമുക്ക് ഒരു കടി എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടി ഒരു സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. പിന്നെ അവിൽ മിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് പൊരിയവിലായതുകൊണ്ട് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് തിന്നു. പിന്നെ സാൻഡ്വിച്ച് എനിക്ക് അത്ര ഇഷ്ടമായില്ല ഗൈസ്. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നമ്മളൊരു ലൈമും കൂടെ ഓർഡർ ആക്കി ഗൈസ്. അങ്ങനെ നമ്മൾ ലൈമും കൂടെ കുടിച്ചിട്ട് ഉണ്ടാക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നൊരു പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആക്കി ഉച്ചയാക്കിയിട്ട് എന്തൊക്കെ ഉച്ചക്കത്തെ സ്പോട്ടായ ഈ നടുവത്ത് വിജയ ഹോട്ടലാണ് പോയത്. അപ്പോൾ അവിടുത്തെ 50 റുപ്യേൻ്റെ ഫുഡായിരുന്നു ഭയങ്കര ഫേമസ്. ഇപ്പോൾ അതിന് 60 റുപ്യാണ്. ഇന്ന് നമുക്ക് 3 കറി കിട്ടിയിരുന്നു ഗൈസ്. പിന്നെ എൻ്റെ കൂടെ 3 കൂട്ടാൻ ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മളൊരു മുട്ട പ്ലേറ്റ് എക്സ്ട്രാ വാങ്ങിയിരുന്നു. പിന്നെ അവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോരും. ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളെന്താക്കി വൈകുന്നേരം ആക്കാൻ വേണ്ടി കാത്തുനിന്ന് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ബേക്ക് പാലസിൽ പോയി. ഞാൻ അവിടെ നിന്ന് എന്താക്കി നമ്മൾ ആദ്യം ഒരു ചായയാണ് ഗൈസ് ഓർഡർ ചെയ്തത്. ഓൾറെഡി നമുക്കൊന്നും വേണ്ടായിരുന്നു, കാരണം ഉച്ചക്ക് തന്ന വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഇങ്ങനെ കാത്തു നിന്ന് എന്തെങ്കിലും കടി വാങ്ങണ്ടേ എന്നിങ്ങനെ ചിന്തിച്ച് അപ്പോഴത്തേക്ക് എന്താക്കി നമ്മൾ ചായ അങ്ങോട്ട് തീർന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇങ്ങനെ അവിടെ നിന്ന് എന്താക്കി രാത്രി അന്നേരെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ രാത്രി ആക്കിയിട്ട് നേരെ രാത്രിയുടെ സ്പോട്ടാണ് ഇവിടെയാണ് വന്നത്. ഇവിടെ ബർഗർ ലോഞ്ചും അൽബയാനും കൂടെ കൊളാബ് ചെയ്തൊരു ഷോപ്പാണ്. അപ്പോൾ ഇതാണ് ഉള്ളത്തൊരു ഇൻറ്റീരിയറും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ഗൈസ്. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മെനു ഒന്ന് കാണിച്ചാൽ ജസ്റ്റ് അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോ. അഥവാ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിലൊന്ന് പൗസ് ചെയ്തിട്ട് നോക്കിയാൽ മതി ഗൈസ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ഇതിലെന്താ ഓർഡർ ആക്കിയെന്ന് പറയുകയാണെങ്കിൽ റാപ്സിൽ എഗ് റാപ്സാണ് ആദ്യം ഓർഡർ ആക്കിയത്. അതിന് ഇപ്പുറത്ത് മൊഹീത്തോ വന്നപ്പോൾ അതിൽ നമ്മൾ റെഡ് റോസ് മൊഹീത്തോയും കൂടെ. അങ്ങനെ അത് വരാനുള്ള വെയിറ്റിങ്ങിലാണ് നമ്മൾ ഗൈസ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ട് ഗൈസ്, ലുക്ക് ഒരു പൂപ്പലൊടിച്ചൊരു പോരേൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇവരിൻ്റെ ലുക്ക് സെറ്റാക്കി. അങ്ങനെ നമ്മൾ ഐറ്റം വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഐറ്റത്തിൻ്റെ കുറച്ച് എസ്തറ്റിക് ഷോട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ സംഗതി കാണാൻ തന്നെ ഒരു രസമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഗ് റാപ്സ് ആയിരുന്നു കഴിച്ചത്. അപ്പോൾ എഗ് റാപ്സ് എങ്ങനെയുണ്ട് വെച്ചാൽ ഗൈസ് അടിപൊളിയായിരുന്നു. പക്ഷേ ചില സൈഡിൽ ഉപ്പ് ഉണ്ടാവില്ല, ചില സൈഡിൽ ഉണ്ടായിരുന്നു. ആ സ്ഥലമൊക്കെ കുഴപ്പമില്ല. പിന്നെ റെഡ് റോസ് മൊഹിത്തോ എന്ന് പറയുന്നത് ഒരു ഗ്യാസൊക്കെ ഉള്ള മധുരം എല്ലാം ഉള്ള ഒരു കിണ്ണം കഴിച്ചൊരു സാധനമായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു മൊഹിത്തോ ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത്. പിന്നെ നമ്മൾ സോസൊക്കെ കൂട്ടി അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഗ് റാപ്സ് ഒക്കെ കഴിച്ച് അത് തിന്ന് തീർക്കാൻ നമ്മൾ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ എന്താക്കി എങ്ങനെയല്ലോ അത് കഴിച്ചു. അതിനുശേഷം നമ്മൾ എന്താക്കി ഒരു ഗ്ലാസ് വെള്ളം പറയുന്നു, അതും വന്നു, അതും കുടിച്ചെന്താക്കി ഗൈസ് നേരെ കൈ കഴുകാൻ പോവുകയാണ്. അങ്ങനെ കൈയൊക്കെ കഴുകി എൻ്റെ ഉള്ളത്തൊരു തീം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഫൈനലി ഇതായിരുന്നു ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ മുമ്പിട്ട വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടിക്കില്ലേ അവിടെ കാണുക. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ആരും ചെയ്യാത്ത എന്തെങ്കിലും വെറൈറ്റി കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഗൈസ്. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ നമുക്ക് വളരെ വേദനാജനകമായ കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഗൈസ് 2-3 ആൾക്കാർ ഈ അടുത്ത് നമ്മൾ അൺസബ്സ്ക്രൈബ് അടിച്ചു പോയി. അത് നമുക്ക് വളരെ വിഷമമായിരുന്നു. അപ്പോൾ ഇനി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ഇനി നമ്മളെ എന്തൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മറ്റൊരു കിടക്കാഴ്ച വ്ളോഗായിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും സൈനിങ് ഔട്ട്, നിങ്ങളുടെ സ്വന്തം മിൻഹു ട്യൂബ് ഗൈസ്.